വനിതാ ചെസ് ലോകകപ്പ് ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ചരിത്ര ദിനമാണിന്ന്. കൊനേരു ഹംപിയോ അതോ ദിവ്യ ദേശ്മുഖോ? ആരായിരിക്കും ആ ചരിത്ര നേട്ടം കൈവരിക്കുക എന്ന ആകാംക്ഷയിലാണ് രാജ്യം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന ക്ലാസിക്കൽ ഫോർമാറ്റിലുള്ള 2 ഗെയിമുകളും സമനിലയിൽ കലാശിച്ചതോടെ ഇനി ടൈ ബ്രേക്കറിലൂടെയാണ് ജേതാവിനെ നിശ്ചയിക്കുക. ടൈ ബ്രേക്കർ എങ്ങനെയാണെന്ന് നോക്കാം. ടൈ ബ്രേക്കറിലെ ആദ്യ 2 ഗെയിമുകളും റാപ്പിഡ് സമയക്രമത്തിലായിരിക്കും. ഇതിൽ ഓരോ കളിക്കാർക്കും 15 മിനിറ്റ് ലഭിക്കും. ഇതോടൊപ്പം ഓരോ കരുനീക്കം നടത്തുമ്പോഴും അധികമായി 10 സെക്കൻഡ് ലഭിക്കും. ഇൻക്രിമെൻ്റ് എന്നാണ് ഇതിന് പറയുക. ആദ്യ റാപ്പിഡ് ഗെയിമിൽ ആർക്കാണ് വെള്ളക്കരു എന്നത് ടോസിലൂടെയാണ് നിശ്ചയിക്കുക. ഇനി ഈ 2 ഗെയിമിന് ശേഷവും സ്കോർ സമനിലയെങ്കിൽ സമയം വീണ്ടും കുറച്ചുകൊണ്ടുള്ള മത്സരമായിരിക്കും. 10 മിനിറ്റ് വീതമുള്ള മത്സരം. ഇതോടൊപ്പം ഓരോ കരുനീക്കം നടത്തുമ്പോഴും അധികമായി 10 സെക്കൻഡ് ലഭിക്കും. ഇനി അതിലും തീരുമാനമായില്ലെങ്കിൽ മത്സരം ബ്ലിറ്റ്സ് ഫോർമാറ്റിലേക്ക് കിടക്കും. മിന്നൽ ചെസ് എന്നാണ് ഇതിനുള്ള വിശേഷണം. 5 മിനിറ്റ് മത്സരമായിരിക്കും ഇത്. ഓരോ നീക്കത്തിനും 3 സെക്കൻഡ് അധികമായി ലഭിക്കും. ഇനി അതിലും തീരുമാനമായില്ലെങ്കിൽ 3 മിനിറ്റിലേക്ക് മത്സരം ചുരുക്കും. ഓരോ കരുനീക്കത്തിനും 2 സെക്കൻഡാണ് ഈ ഘട്ടത്തിൽ അധികമായി ലഭിക്കുക. അവിടെയും തീരുമാനമായില്ല. ഇനി ജേതാവിനെ കണ്ടെത്തുന്നതുവരെ ഈ 3+2 മത്സരം തുടരുകയാണ് ചെയ്യുക.